Welcome to my YouTube channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. എന്തായാലും നമ്മുടെ യൂട്യൂബിന്റെ ക്വാളിറ്റി ഒക്കെ കൂട്ടാനായിട്ട് ഞാൻ വിചാരിച്ചു ഒരു മൈക്കും കൂടി ഓർഡർ ചെയ്തേക്കാന്ന്. അപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ ഞാൻ സംസാരിക്കുന്നൊക്കെ കേൾക്കാമല്ലോ, വ്ലോഗ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോഴും. സോ ലെറ്റ്സ് അൺബോക്സ് ദ മൈക്ക്. സോ ഇതാണ് ഞാൻ മേടിച്ച മൈക്ക്, ഹോളിലാൻഡിന്റെ ലാർക്ക് M2. എനിക്കറിയാം ഒരുപാട് ക്രിയേറ്റേഴ്സിന്റെ കയ്യിൽ ഈ മൈക്ക് ഓൾറെഡി ഉണ്ടാവും. ഞാനും കുറേയൊക്കെ റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് ഇത് മേടിച്ചത്. സോ ലെറ്റ്സ് അൺബോക്സ്. ഞാൻ ആദ്യമായിട്ട് തന്നെയായിട്ട് അൺബോക്സ് ചെയ്യുന്നത്. ആൻഡ് പിന്നെ നോക്കാം, എനിക്കും ശരിക്കും ഉപയോഗിക്കാനൊന്നും അറിയത്തില്ല, നമുക്ക് ഒരുമിച്ച് നോക്കാം. ദൈവമേ, എവിടെയാണോ? ഞാൻ വളരെ മോശമാണ് അൺബോക്സിങ്ങില്. ഇതതിന്റെ യൂസർ മാനുവലൊക്കെ നമുക്ക് പിന്നെ വായിക്കാം. റിസീവർ, 2 റിസീവർ ഉണ്ട് കേട്ടോ. ഒന്ന് ലൈറ്റനിങ് കേബിളിന്റെ, നിങ്ങളുടെ അടുത്ത് ഐഫോൺ 15 താഴെയുള്ള മോഡലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റനിങ് കേബിൾ യൂസ് ചെയ്യാം. സോറി. ഇനി ഇത് ടൈപ്പ് സി, അപ്പോൾ നമുക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിലും ഇപ്പോൾ ഐഫോണിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിജി ഓസ്മോ പോക്കറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴും ഇത് മതി, ടൈപ്പ് സി. അത് 2 ഉണ്ട്. പിന്നെ ഇതാണ് ഇവരുടെ നമ്മുടെ മെയിൻ സാധനം. ഞാൻ ഇതിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഇങ്ങനെ ഒരു കിറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബോക്സ് മാറ്റി വെക്കാം. നമുക്ക് ആദ്യം ഇതൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഓക്കെ, ഇതിങ്ങനെ തുറക്കുക. ഇത്രേ ഉള്ളൂ. ഇതിൽ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെ, ഇതിൽ 2 മൈക്കുണ്ട്, 2 ഉണ്ട്. ആൻഡ് ഇത് ക്യാമറയിൽ യൂസ് ചെയ്യാനുള്ള റിസീവർ ആണ് കേട്ടോ. ഈ മൈക്കിന്റെ സ്പെഷ്യാലിറ്റി കാണുന്ന പോലെ വളരെ ചെറുതാണ്. അത് തന്നെയാണ് എന്നെ അട്രാക്ട് ചെയ്തത് മേടിക്കാൻ. പിന്നെ ഇത് കണ്ടോ, ഇത് ഇവിടെ മാഗ്നറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈസിലി ഇങ്ങനെ ഡ്രസ്സിലൊക്കെ വെക്കാൻ പറ്റും. ഇവിടെ നമുക്ക് എവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും ചെറിയ സാധനമല്ലേ, സോ കൺവീനിയൻറ്റ്. അതാണ് എനിക്ക് ഏറ്റവും അട്രാക്ട് ചെയ്തത് ഈ ഒരു സാധനം മേടിക്കാൻ. ഇനി ഇത് ഒന്ന് ഞാൻ കണക്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആക്ച്വലി ഇപ്പം ഞാൻ ക്യാമറയിൽ റിസീവർ കണക്ട് ചെയ്തു, പക്ഷെ മൈക്ക് ഓൺ ആവാത്തതുകൊണ്ട്, സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യുന്നതാണ്. അപ്പം അവിടെ ഒരു യെല്ലോ ബട്ടൺ ഉണ്ട്, അത് നമ്മളിങ്ങനെ ഒരു 2-3 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് കണക്റ്റഡ് ആവും. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന്. ആ ബ്ലൂ ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓണായെന്നാണ് അർത്ഥം. ഇനി ഞാനിപ്പോൾ ഇതിവിടെ വെച്ചു. ഇത് മൈക്കിൻ്റെ ഭാഗം ഇങ്ങനെ മുകളിലേക്ക് വെച്ചു, ഇങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ക്യാമറയായിട്ട്. അതിനെ കാണിച്ചു തരാം എങ്ങനെ കണക്ട് ചെയ്തേക്കണേന്ന് പിന്നെ ഒരു ക്ലിപ്പിൽ. സോ ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഇത് കണക്ട് ചെയ്തിട്ടാണ്. എനിക്ക് അറിഞ്ഞൂടാ സൗണ്ട് വരുന്നുണ്ടോയെന്ന്. അപ്പോൾ എന്തായാലും ഇതിൽ നമുക്ക് റെക്കോർഡിങ് ആയോന്നൊന്നും അറിയാൻ പറ്റത്തില്ല, കാരണം ഇത് ഓണായി അത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ, ഇപ്പോൾ ഓഡിയോയുടെ ഡിഫറൻസ് എന്ന് നമുക്ക് മനസ്സിലായിരിക്കും. ഇതിനു മുമ്പ് മൈക്ക് വെക്കാതെയാണല്ലോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഇത് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ആ ഡിഫറൻസ് ഉണ്ടാവും ഓഡിയോയിൽ. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ റിസീവർ ക്യാമറയിൽ കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോയിസ് ക്യാൻസലേഷൻ ഇല്ലാതെയാണ് കേട്ടോ. അപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ യെല്ലോ ബട്ടൺ തന്നെ ഒന്നും കൂടിയും പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് വരും. ഓക്കെ, ഞാനത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാം. ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഞാൻ ആക്റ്റീവ് ആക്കിയിട്ടില്ല. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഒരു ട്രാഫിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കായിരിക്കും. ഇനി ഇപ്പം തന്നെ ഞാനിത് ഈ യെല്ലോ ബട്ടൺ ഞെക്കി, ഗ്രീൻ കളറായി. അപ്പോൾ ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ആക്റ്റീവായി. അപ്പോൾ ആ സൗണ്ട് ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ആ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോയി വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ അപ്പോൾ ക്യാമറയിലെല്ലാ സംഭവങ്ങളും പിടിയിട്ടല്ലോ. ഇനി ഫോണിലേക്കാണെങ്കിലും അതിലും എളുപ്പമാണ്. നമ്മൾ ഫോണിൻ്റെ ചാർജിങ്ങിൻ്റെ പോയിന്റിലേക്ക് ഈ റിസീവർ ഇങ്ങനെ കണക്ട് ചെയ്യുക.
കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇത് ഓൾറെഡി ഫസ്റ്റ് ടൈം കണക്ട് ചെയ്യുമ്പോൾ ആക്സസറി ഡിറ്റക്ടർ എന്നൊക്കെ പറഞ്ഞ് വരും കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ 2 ലൈറ്റ് ഇങ്ങനെ ഓൺ ആവും. അതായത് കണക്റ്റഡ് ആയി എന്നാണ് അർത്ഥം. 2 മൈക്കിൻ്റെയും സിമ്പിളാണ് വരുന്നത്. നിങ്ങളുടെ അടുത്ത് ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് മാത്രം സ്റ്റഡി ആയിരിക്കും. ഇപ്പം ഞാൻ ഇതിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്ത് കാണിക്കാത്ത. വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും ഈസിയാണ് ഫോണിൽ കണക്ട് ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിജി ഓസ്മോ പോക്കറ്റ് 3 ഉണ്ടെങ്കിൽ അതും കൂടി ഞാൻ കാണിച്ചു തരാം. അതിലും ഈസിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. കൂടുതലും വ്ലോഗ് ചെയ്യാൻ ഞാൻ ഇതായിരിക്കും യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിലാണെങ്കിലും നമുക്ക് ഈ ബാക്കിൽ ഉണ്ടല്ലോ ചാർജിങ് പോർട്ട്, അവിടെ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക. അവിടെ ഇരുന്നോളും. കുറച്ച് കയറി ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് സുഖമായിട്ട് വീഡിയോ എടുക്കാം. അതവിടെ ബാക്കിലാണ്, ഒരു പ്രശ്നമില്ല. ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും വ്ലോഗ് എടുക്കാം, എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം എല്ലാത്തിലും കമ്പാറ്റബിൾ ആണ്. നിങ്ങൾക്ക് ഇതിലേതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റും. ഇനി പൗച്ചിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പം അതൊരു വിൻഡ് പ്രൊട്ടക്ടറാണ്. ഇതൊന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് മൈക്കിന്റെ ചുറ്റും ഇങ്ങനെ ഇടാം. അപ്പോൾ വിൻഡി ആയിട്ടുള്ള പ്ലേസിൽ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മൈക്ക് ഇങ്ങനെ കവർ ചെയ്യണം എന്നേ ഉള്ളൂ. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട് കേട്ടോ, ബ്ലാക്ക് കളറ് സെയിം. പിന്നെ അവരുടെ ചാർജിങ് കേബിൾ ഉണ്ട്. USB to Type-C ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ വന്നിട്ട് ഈ 2 സാധനങ്ങളാണ്. ഇത് വന്നിട്ട് ഇതൊരു ക്ലിപ്പാണ്. നമുക്കിങ്ങനെ 2 എണ്ണം ഉണ്ട്, 2 ക്ലിപ്പുണ്ട്. അതിൻ്റെ ഇവിടെയും നമുക്ക് മാഗ്നറ്റ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ തൊപ്പിയിലോ ഹെൽമെറ്റിലോ ഒക്കെ എവിടെയെങ്കിലും അങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് അതിൽ മൈക്ക് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനത്തെ 2 ക്ലിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതായിരുന്നു. ഇത് വന്നിട്ടൊരു ചെയിനാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ. അതും 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്കൊരു മാലയായിട്ടൊക്കെ ഇടാൻ വേണമെങ്കിൽ നമുക്കൊരു മാലയായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആണെന്ന് തോന്നുന്നു ഇവിടെ. ഐ തിങ്ക് സോ. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പം നിങ്ങളുടെ ലെങ്ത്തിനനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിങ്ങനെ കഴുത്തിലൂടെ ഇട്ട് കഴിഞ്ഞാൽ, ഞാനിതൊന്ന് കാണിച്ചു തരണോ? ഇതിങ്ങനെ നമുക്കിങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ക്ലിപ്പ് ചെയ്യാൻ പറ്റും. തിരിച്ചിടണമായിരുന്നു ഗൈസ്, സോറി. അപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാം. അപ്പം അങ്ങനെ ഒരു മാലയായിട്ടും കൂടി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ സംസാരിക്കാം. ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കടന്നാൽ മതി. അതിനനുസരിച്ച് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ സംസാരിക്കാം. അതേപോലെ തന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ സ്റ്റിക്കേഴ്സും കൂടി അവർ തരുന്നുണ്ട് നമുക്ക് ഈ ഒരു മാനുവലിൻ്റെ കൂടെ. അതായത് ഇങ്ങനെ കുറേ സ്റ്റിക്കേഴ്സും കൂടി ഉണ്ട്, എല്ലാ കളറും ഉണ്ട്. കുറച്ച് സ്മൈലി, അതേപോലെ തന്നെ ബ്ലാക്ക് കളറ്, വൈറ്റ് കളറ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഇത് കാണണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നൊക്കെ എടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ കുറച്ച് സ്റ്റൈലിഷ് ഫണ്ണിയൊക്കെ ആയിട്ട് ഇരുന്നോളും. സ്മൈല് വേണമെങ്കിലോ ഇനി ബ്ലാക്ക് കളർ വേണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു പൗച്ചിൽ വരുന്ന ആക്സസറീസ്. ഒരു കാര്യം കൂടിയും പറയാം, ഈ കേസിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടല്ലോ ഈ മൈക്ക് വരുന്നത് ഇങ്ങനെ ഒരു കേസിലാണ്. ഇത് ചാർജിങ് കേസാണ് കേട്ടോ. ഇതിൽ നമുക്ക് മൈക്ക് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആവും. ആൻഡ് ഇതിൽ ടോട്ടലി ചാർജിങ്ങിന്റെ ഇൻഡിക്കേറ്റർ വരുന്നത് ഇവിടെയാണ്. ഫുൾ ആണെങ്കിൽ ഇത് 4ഉം ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ പുറകിൽ ഇവിടെ USB ചാർജിങ് കേബിൾ ആണ്. അത് വെച്ച് നമുക്ക് ഈ കേസ് ചാർജ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇത് കൊണ്ടുപോയാൽ മതി. ഇതിൽ ഫുള്ളി നമുക്ക് ഒരു മൈക്ക് 10 hours വരെ കിട്ടും. അങ്ങനെ 2 മൈക്കും കൂടി 20 hours, പിന്നെ വീണ്ടും ഒന്നും കൂടി ഒരു റൗണ്ട് കൂടി കിട്ടി ടോട്ടൽ 40 hours നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സുഖമായിട്ട് വ്ലോഗും പരിപാടിയും ഒക്കെ ചെയ്യാം. ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ചാർജും കാര്യങ്ങളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ലിങ്ക് ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിൽ കയറി നോക്കാം. ഇതിന്റെ പ്രൈസ് ഇപ്പോൾ ഓഫറൊക്കെ ആയിട്ട് 12,000 സംതിങ് ആണ് ഈ ഒരു കിറ്റിന് വരുന്നത്. 12 or 13 സംതിങ് ആണ്. ഇടയ്ക്ക് ഓഫറൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇടാം. എനിക്കറിയാവുന്നതാണെങ്കിലോ അല്ലെങ്കിൽ ചെക്ക് ചെയ്തിട്ടൊക്കെ ആൻസർ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.